എപ്പോഴും ഉള്ളൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമ്മയമ്മ മരുവോള് പ്രശ്നങ്ങൾ ഇല്ലയെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചെങ്കിലും ചെറിയ ചെറിയ വീടുകളിലൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ പറയാൻ എന്താ അറിയോ, ഞാൻ സഹോദരിമാരോട് പറയാണ്, ഞങ്ങളോട് പറയണത് എന്താ അറിയോ, ചെറിയ പുതിയ തലമുറയിലെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാവും. ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ന്യൂജൻ ഉമ്മയല്ല, അത് പഴയ ഉമ്മയാണ്. ഉമ്മൻ്റെ ബുദ്ധിയും ഉമ്മൻ്റെ ചിന്തയും ആ പഴയതായിരിക്കും. അപ്പോൾ ഉമ്മ സംസാരിക്കുമ്പോൾ എന്താ അറിയോ, ഉമ്മ ചിലപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ, പിന്നെ ഒരു 10-15 അയില കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ 10-15 അയില എടുത്ത് മുറിച്ച് പിന്നെ അതിൽ മുളകൊക്കെ ഇങ്ങനെ പുരട്ടി അതൊക്കെ കൂടെ പൊരിക്കാൻ കാണുമ്പോൾ ഉമ്മ വന്നിട്ട് 15 എണ്ണോ 5 എണ്ണം പോരെ എന്ന് ചോദിക്കൂ. അപ്പം തന്നെ അങ്ങനെ 5 എണ്ണം മതിയാകുക, ഒരാൾക്കൊന്നും കൊടുക്കണ്ടേ, ഇവിടെ 6 ആളില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരില്ലായ്മയുടെ ഒരു കാലത്ത് ജീവിച്ചതാണ്. ഒരു 10 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ 10 എണ്ണം കൊണ്ട് ഒരു മാസം കഴിഞ്ഞവരാണ് അവർ. അവരുടെ ചിന്തയും അവരുടെ ബോധവും അങ്ങനെയാണ്. അവർ ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് ചെയ്യണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാന്നറിയോ, എന്ത് കാര്യവും അങ്ങോട്ട് ചോദിക്കുക. എന്താ പറയുക, അമ്മ പിന്നെ ഇന്ന് നമ്മൾ പിന്നെ സാധാ ചോറിൽ ഉണ്ടാക്കണത് പിന്നെ എത്ര അരിയാണ് എടുക്കേണ്ടത്, നമുക്കറിയാം എത്ര എടുക്കേണ്ടത്. സഹോദരിമാർ നമുക്കറിയാം എത്ര എടുക്കേണ്ടത് നമുക്കറിയാം. എന്നാലും ഉമ്മനോട് എന്ത് അറിയാം, ഉമ്മ എത്ര അരിയാണ് എടുക്കേണ്ടത്. അപ്പം എന്താ പറയുക, ഉമ്മക്ക് എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഉമ്മക്കൊരു എന്താ പറയുക, ആ ഒരു സ്ഥാനങ്ങൾ ഉമ്മമാർക്ക് നിങ്ങളൊന്ന് കൊടുത്തൊക്കെ, ഉമ്മമാർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. പയറെടുക്കുമ്പോൾ വെള്ളത്തിലിടാൻ എടുക്കുന്ന സമയത്ത് ഉമ്മ 1 ഗ്ലാസ് എടുത്താൽ മതിയോ, അല്ലെ 2 ഗ്ലാസ് എടുക്കണം, മോളെ 1.5 ഗ്ലാസ് എടുത്താൽ മതി, ആയിക്കോട്ടെ ഉമ്മ 1.5 ഗ്ലാസ്. എന്താ അറിയോ, അത് ഭയങ്കര മതിപ്പാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഉമ്മമാർക്ക് തോന്നുന്നത് എന്താ അറിയോ, എന്നെ തീരെ ശ്രദ്ധിക്കണില്ല, എന്നോടൊന്നും ചോദിക്കണില്ല, ഓൽക്ക് തോന്നിയ മാതിരി അയക്കണിപ്പോൾ. നിങ്ങൾ നോക്ക്, പല ഉമ്മമാരും സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ അയൽ വീട്ടിൽ ഇത്താത്തനോട് പറയാൻ എന്താ അറിയോ, എൻ്റെ വീട്ടിലൊരു മരുവളുണ്ടോ, ഓളെ അവസ്ഥ എന്താ അറിയോ, ഒക്കെ ഇപ്പം ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ കടന്നോടുകൂടി അതൊക്കെ മാറിക്കണ്, ഓക്ക് തോന്നിയ മാതിരി അങ്ങോട്ട് അരി ഇന്നലൊക്കെ എത്ര ചോറാ ബാക്കി അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഇത്താത്ത എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവളോട് വന്നിട്ട് അറിയാം, എടാ എൻ്റെ അമ്മായിമ്മ ഇവിടെ വന്നീന്, ഈ ചോറൊക്കെ കളഞ്ഞ് പിന്നെ അവിടെ ബദറുഹുദു ഹന്തൊക്കെ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും ഒരു വഴി വേണോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, അങ്ങനെയൊക്കെ ഉമ്മമാർ പറയും, അത് ഒരു പറഞ്ഞോട്ടെ, ഓരോ വയസ്സും പ്രായം ഉണ്ടാകും. നമ്മളും ആ വയസ്സൊക്കെ എത്തും, നമ്മളും ഈ ജാതി കോപ്രായത്തരങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ, അവരെ ഉൾക്കൊള്ളാനും അവരെ മനസ്സിലാക്കാനുള്ളൊരു നല്ല വിശാലമായ മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ അമ്മായിമ്മല്ല, പിന്നെ ആരാ, എൻ്റെ ഉമ്മയാണ്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, എൻ്റെ ഉമ്മയാണത്. ഉമ്മ എന്തൊക്കെ പറയും, ഉമ്മനോട് നമ്മൾ തെറ്റലില്ലേ, ഉമ്മ നമ്മളോട് തെറ്റലില്ലേ, പിന്നെ നന്നാവലില്ലേ ഇല്ലേ, അതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്താ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകും, ഉമ്മനോട് തെറ്റും, ഉമ്മ അങ്ങോട്ട് തെറ്റും, ചിലപ്പോൾ അങ്ങോട്ട് മുണ്ടും ഇങ്ങോട്ട് മുണ്ടും, ചിലപ്പോൾ മാപ്പ് പറയും, ചിലപ്പോൾ പൊരുത്തപ്പിടിക്കും, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യന്മാരാണ്, നമ്മളാരും മലക്കുകളില്ല. എന്താ അറിയോ, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ ഉമ്മയായിട്ട് കാണാൻ നമുക്ക് പറ്റണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നല്ല ആളിയാണ് നിങ്ങൾ ഉമ്മയായിട്ട് കാണാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയോ ഓരോ സ്വഭാവം ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യന്മാരാ. ഈ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും, ഈ ജാതി ബുദ്ധിക്ഷയവും കുറവും, ഈ ജാതി വർത്താനവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, മെൻ്റൽ സ്ട്രെസ്സും അതേപോലെ തന്നെ അതിരുവിട്ട വർത്താനങ്ങളും അതിരുകവിഞ്ഞ വർത്താനങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം എന്താ അറിയോ, പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, മക്കൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ടോയ്സിൻ്റെ കടേൻ്റെ അടുത്തൂടെ പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഉപ്പ ആ പിന്നെ സൈക്കിൾ എനിക്ക് വാങ്ങി തരുമോ, കാർ എനിക്ക് വാങ്ങിത്തരും എന്നൊക്കെ ചോദിക്കും. നമ്മളൊരു നല്ലൊരു ടോയ്സിൻ്റെ കടയിൽ നിർത്തിയിട്ട് ഒരു ടോയ്സ് എന്ത് ചെയ്യും, കുട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവർ വീട്ടിൽ വന്നിട്ട് ആ ടോയ്സ് കൊണ്ട് കളിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, 25 വയസ്സ് 22 വയസ്സാകുമ്പോൾ മക്കളെ കല്യാണം കഴിപ്പിക്കും. അവർ ഭാര്യയോടൊത്ത് ജീവിക്കുന്നത് കണ്ട് ഒരിക്കലും നമ്മൾ അസൂയപ്പെടരുത്, മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ജീവിക്കുന്നത് കണ്ട് നമ്മൾ ആനന്ദിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന മരുമകൾ ഒരിക്കലും മരുമകളല്ല, എൻ്റെ മകളാണ്. മക്കളും ഉമ്മയും തമ്മിൽ കുറേ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഉമ്മ എന്ത് ചെയ്യും, മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, നേരെ തിരിച്ചുണ്ടാകും. ഇതെന്താ ഒരു പ്രശ്നം എന്നറിയാം, ഞങ്ങളോടൊന്ന് പറഞ്ഞുതരാം. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഉമ്മ മരിച്ചൊരു കുട്ടി, ആ ഉമ്മ മരിച്ച കുട്ടി പിന്നെ എന്തെന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മ മരിച്ചു. അവർ 3 മക്കളാണ്. അതിലൊരു കുട്ടി എന്താ വെച്ചാൽ ആൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടി കല്യാണം കഴിക്കുന്നത് വരെ വാപ്പ വേറൊരു കല്യാണം കഴിച്ച് ഇളയമ്മ വരുമ്പോഴുള്ള ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്നെ ഉമ്മ എന്ന് വിളിച്ചാലേ എനിക്ക് ഇവരൊക്കെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, ഓരോ മക്കളായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ഉമ്മ എന്ന് വിളിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഇപ്പോൾ ആരുമില്ലല്ലോ, ഞാൻ ഉമ്മ എന്ന് വിളിച്ചോളാം, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഉമ്മ എന്നൊക്കെ വിളിച്ച് വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഇവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്ന് വിളിക്കല്ലേ, അപ്പം ഉമ്മനോട് പെരുമാറുന്ന സ്വാതന്ത്ര്യത്തിൽ പെരുമാറും.
ചിലപ്പോൾ മോന്ത കയറ്റും, ചിലപ്പം ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറയും, ഉമ്മ ഇങ്ങോട്ട് പറയും, ചിലപ്പോൾ അങ്ങോട്ട് പറയും ഉമ്മനോട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സ്വരച്ചേർച്ചില്ലാത്തൊരു പ്രശ്നം വരികയാണ്, മോനും ഉമ്മയും തമ്മിൽ പ്രശ്നമാകാൻ. അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ എന്തില്ല, ഈ ഇളമയ്ക്കില്ല, അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലായി? അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. സ്വന്തം ഉമ്മയാണെങ്കിൽ എന്താ പറയുക, അതെൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് തെറ്റ് പറ്റും, ഞാനല്ലാതെ വേറെ ആരാ മാപ്പ് കൊടുക്കുക, ഞാനല്ലാതെ ആരാ പുറത്തു കൊടുക്കുക. അതെന്താ അറിയോ, പെറ്റ തള്ളക്കേ ആ മോൻ്റെ വേദന അറിയാൻ പറ്റുള്ളൂ.